Hi friends, welcome back to my channel Aswathy Ganga. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ക്രബ് ആണ്. അത് കോഫി പൗഡർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ക്രബ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതുകൂടി പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഈ കോഫി സ്ക്രബിന് വേണ്ടത് കോഫി പൗഡറാണ്. ഞാനിപ്പം ഫേസിലും നെക്കിലും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അതനുസരിച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ കോഫി പൗഡറും പിന്നെ ഷുഗർ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഏരിയയിൽ നമുക്ക് സ്ക്രബ് ബോഡി ഫുൾ അപ്ലൈ ചെയ്യാം, അണ്ടർആം ഏരിയയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ കൂടുതൽ ഏരിയ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുറച്ച് അധികം എടുക്കുക. വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് സ്ക്രബ്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളം യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ വെള്ളം, അതായത് ചില സ്ഥലത്തൊക്കെ ക്ലോറിൻ വാട്ടറൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള വാട്ടറൊന്നും ആഡ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെയുള്ളവർ വെള്ളത്തിന് പകരം റോസ് വാട്ടർ ആഡ് ചെയ്യാം കേട്ടോ. റോസ് വാട്ടർ നോർമൽ സ്കിൻ ആണെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക്, അതായത് പാൽ ആഡ് ചെയ്യാം. പിന്നെ ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ കേട്, അതായത് തൈര് ആഡ് ചെയ്യാം. അപ്പം ഇത് ഒന്ന് ഓർത്ത് വയ്ക്കുക, ഓയിലി ഡ്രൈ നോർമൽ സ്കിന്നിന് ഏതൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ അത് ഇല്ലയെന്നുണ്ടെങ്കിൽ വെറും വെള്ളം യൂസ് ചെയ്താൽ മതി. നല്ല വെള്ളം ആയിരിക്കണമെന്ന് മാത്രം. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് ഇപ്പോൾ ഇത് ഡാർക്ക്നെസ് പോകാൻ വളരെ നല്ലതാണ്. അതായത് ഈ ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് പോകാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് അണ്ടർആം ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡാർക്ക്നെസ് ഒക്കെ മാറിക്കിട്ടാണ് സ്ക്രബായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പഞ്ചസാര എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, തരിതരിപ്പുള്ള പഞ്ചസാര വേണം കേട്ടോ. വളരെ ഫൈനായിട്ടുള്ള പഞ്ചസാര എടുക്കരുത്, കുറച്ച് തരിപ്പ് വേണം. കാരണം സ്ക്രബല്ലേ, അപ്പോൾ നമുക്ക് ഈ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനുള്ള നമ്മൾ സ്ക്രബ് ചെയ്യണത്. നമ്മളിപ്പം മാർക്കറ്റിലൊക്കെ പലതരത്തിലുള്ള സ്ക്രബ് അവൈലബിൾ ആണ്. ഇപ്പോൾ കോഫി കൊണ്ട് തന്നെയുള്ള പല ടൈപ്പ് സ്ക്രബ് ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്കിത് ഒട്ടും ചിലവില്ലാണ്ട് വീട്ടിൽ ചെയ്യാം. അതുപോലെ നല്ല റിസൾട്ടാണ് ഇതിൻ്റെ ആയിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. സ്ക്രബിങ് നമ്മൾ ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. ഡെയിലി സ്ക്രബിങ് ചെയ്യരുത്, ആഴ്ചയിൽ 2 തവണ ചെയ്യാം. സ്ക്രബിങ് ചെയ്യാനും മറക്കരുത്, കൂടുതലായി പോകാണ്ടിരിക്കാൻ നോക്കുക. പക്ഷേ ഒരു 2 തവണയെങ്കിലും സ്ക്രബ് ചെയ്യുകയും വേണം. എന്നാൽ മാത്രം നമ്മുടെ ഈ ഫേസിലൊക്കെ ഉള്ള ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് നല്ല സ്കിൻ നല്ല ഇതൊക്കെ വരുള്ളൂ കേട്ടോ. പിന്നെ സ്ക്രബ് ചെയ്യുമ്പം ഇപ്പം ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നോർമലി വരുന്ന ഈ ടീസോൺ ഏരിയ, അതായത് ഈ ഒരു ഭാഗത്ത്, പിന്നെ ഇവിടെ താഴെയായിട്ട് ഇവിടേക്കാണ് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ പ്രോബ്ലം കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ കൂടുതൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലിക്കിലും കൂടി അപ്ലൈ ചെയ്യാണ്. ഇത് കുളിക്കുന്ന സമയത്ത് ചെയ്യുമായിരിക്കും നല്ലത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അണ്ടർആമിലും അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം പലരും പറയുന്നൊരു പ്രശ്നമാണ് അണ്ടർആം ഏരിയ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു നോക്കണം. അപ്പോൾ ഹെയർ റിമൂവ് ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനൊരു സ്ക്രബ് ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗത്ത്, പിന്നെ കണ്ണിൻ്റെ താഴെ ഉണ്ടല്ലോ, അവിടെ ഒന്നും സ്ക്രബ് ചെയ്യരുത് കേട്ടോ. സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് കണ്ണിൻ്റെ താഴെ, അവിടെ സ്ക്രബ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി. അതിനുശേഷം ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് നല്ല വെള്ളത്തിൽ തന്നെ കഴുകിക്കളയുമ്പോൾ നമുക്ക് വേറെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഹണി ആഡ് ചെയ്യാം. ഹണി പിഗ്മെൻറ്റേഷന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ലിപ്സിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നമ്മുടെ റിംഗ് ഫിംഗർ കൊണ്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഡാർക്ക്നെസ് ഒക്കെ മാറാനും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യുകയാണല്ലേ, അപ്പം നമുക്ക് ലിപ്സിലും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. അത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബിലേക്ക് ലെമൺ ജ്യൂസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ലെമണൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നൈറ്റ് അപ്ലൈ ചെയ്യുക. ഡേ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല. അതുകൊണ്ട് നൈറ്റ് അപ്ലൈ ചെയ്യണം ലെമണൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാനിപ്പം ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞു. നല്ല സാധാ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്താൽ മതി കേട്ടോ. വേറെ ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവും. നമ്മുടെ ഈ സ്കിന്നൊക്കെ നല്ലൊരു സ്മൂത്ത് ആവും, നല്ലൊരു എന്താ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്യാം. അപ്പോൾ ഞാനൊന്ന്
അപ്പം എൻ്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഈ സ്ക്രബ് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ കോഫി സ്ക്രബ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പക്ഷേ ഇത് നമുക്ക് ഒട്ടും ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഈസി സ്ക്രബാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് ഹണിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ലെമൺ ആഡ് ചെയ്യാം. ലെമൺ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ നല്ലതാണ്.